ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ ദേവി ആഗ്രഹിച്ചത് തന്നെ, ദേവിയുടെ വീട്ടുകാർ ആഗ്രഹിച്ചത് തന്നെ നമ്മുടെ ദേവിയുടെ കൈക്കീഴിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഗോമതി സ്റ്റോഴ്സ്. ഏതായാലും ദേവി അവിടെ കിടന്ന് മെഴുകി വാരി ഒരു പരുവാക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ ദേവി നമ്മൾ വിചാരിച്ച ആളൊന്നുമല്ല. അവിടെ നിന്ന് നമ്മുടെ ദേവി പൈസ വരെ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് ദേവീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഈ ദേവിയുടെ അച്ഛനും അമ്മയുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിയുടെ ഭാവി കളയുന്നത്. അപ്പം ദേവിയുടെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് അവിടുന്ന് പൈസ മോഷ്ടിക്കാൻ പറയുകയും അങ്ങനെ കുറച്ച് പൈസ മോഷണം പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ദേവി വിചാരിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള്. അപ്പൊ ഏതായാലും ഞാൻ കഥയിലേക്ക് കിടക്കാം, നാളത്തെ കഥയിലേക്ക് കിടക്കാം. നാളെ മോഷ്ടിക്കുന്നൊന്നുമില്ല കേട്ടോ, നാളെ പൈസ മോഷ്ടിക്കുന്നൊന്നുമില്ല. അപ്പൊ നമ്മുടെ ദേവി നേരെ ഗോമതി സ്റ്റോറിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ദേവി തന്നെയാണ് കട ആദ്യമായിട്ട് തുറക്കുന്നത്. അങ്ങനെ കടയുടെ ആ ഒരു ലോക്കൊക്കെ എടുത്ത് നമ്മുടെ കടയൊക്കെ തുറന്ന് ഐശ്വര്യമായിട്ട് ആദ്യം കയറി ചെന്ന് മൊത്തത്തിലൊന്ന് കാണുകയാണ് കേട്ടോ. മൊത്തത്തിലൊന്ന് കണ്ണ് നിറയെ കണ്ടിട്ട് അത് പിന്നെ രാമേട്ട എനിക്ക് എന്തോ പോലെ തോന്നുക രാമേട്ട. പെട്ടെന്ന് ഞാൻ എടുത്തു ചാടി ചെയ്തതുപോലെ രാമേട്ടന് തോന്നുന്നുണ്ടോ? ഹേയ്, മോളല്ലേ പറഞ്ഞത്, മോള് തീരുമാനിച്ചിട്ട് എടുത്ത തീരുമാനമാണ്. മോള് മനസ്സിലൊന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം നടത്തുക തന്നെ ചെയ്യുന്നു. മോക്ക് പറ്റിയ സമയമാണെങ്കിൽ മോള് കയറിയിരിക്കുക. അല്ല, മോളാണല്ലോ ഇനിയിപ്പം ബാലന് പകരം ഇവിടെ ഇരിക്കേണ്ട ആള്. അതുകൊണ്ട് ആ സീറ്റ് കയറി ഇരിക്കാൻ പറയുക. ഓ, പിന്നെ പറയേണ്ട താമസമുണ്ടോ? അയ്യോ, കേൾക്കാനിരുന്ന മട്ട് നമ്മുടെ ദേവി ഓടി ചെന്ന് സീറ്റ് കിട്ടിയ പോലെ ആ ഒരു സീറ്റിൽ കയറി അങ്ങ് ഇരിക്കുകയാണ്. ഹാ, എന്താണ് സുഖം ഇവിടെ ഇരിക്കാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചത് എൻ്റെ ഈശ്വര. ഇപ്പം ഇതെൻ്റെ കൈപ്പിടിയിൽ വന്നല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഭഗവതി കാത്തോണേ, എല്ലാം മിന്നിച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞ് ഭഗവതീനെയൊക്കെ ഒരു 100 തവണ വിളിച്ച് ഐശ്വര്യമായിട്ട് തിരിയൊക്കെ അങ്ങ് കൊളുത്തിയിട്ട് നമ്മുടെ ദേവി ആ ഒരു സീറ്റൊക്കെ കയറി ഇരുന്നൊരു ഇരുത്തൊക്കെ ഉണ്ട് കേട്ടോ. സീറ്റ് 2-3 കറക്കൊക്കെ കറക്കി, മറ്റേ കറങ്ങുന്ന സീറ്റാണല്ലോ, 2-3 കറക്കമൊക്കെ കറക്കിയിട്ട് നമ്മുടെ ദേവി അതേ കയറി ഇരിക്കുക. അപ്പൊ രാമേട്ടൻ പറഞ്ഞു, മോളെ സത്യം പറയാലോ, ഇന്ന് പ്രത്യേക ഒരു ഐശ്വര്യ കടയ്ക്ക് വന്നിരിക്കുന്നത്. എന്തോ ഒരു പ്രത്യേക ഭംഗി നമ്മുടെ കടയ്ക്ക് വന്നിട്ടുണ്ട്. എന്നും ഉള്ളതുപോലെയല്ല, ഇന്നൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ കടയ്ക്ക് എന്ന് പറയുമ്പോൾ. ഈ ദേവി അല്ലേ ഇവിടെ ഇരിക്കുന്ന, പിന്നെ എങ്ങനെ പ്രത്യേകതയില്ലാതെ ഇരിക്കും രാമേട്ട? ഈ ദേവി ഇരിക്കുന്ന സ്ഥലം വിളങ്ങുന്ന, നോക്കിക്കോ, വെച്ചടി കയറ്റമായിരിക്കും. ഗോമതി സ്റ്റോർ അങ്ങ് കയറി പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവി അങ്ങോട്ട് ബിൽഡപ്പിടുകയാണ്. ഇവിടെ നമ്മുടെ ദേവി ഇരിക്കുമ്പം അവിടെ ഗോമതിയുടെ സമാധാനം നഷ്ടപ്പെട്ടെ. ഗോമതി ആണെങ്കിൽ അടുക്കള നടന്ന് പുറത്തോട് നടക്കിയത്. എന്തിന്റെ സൂക്കേടായിരുന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ അവള് ചാടി ഇറങ്ങി അങ്ങ് പോയേക്കുന്നു. ഇതിന്റെ കാര്യം വല്ല ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറത്ത് നടക്കുകയാണ്. ഏതായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ ആകാശുണ്ട്. അപ്പൊ ആകാശാണെങ്കിൽ വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ ആകാശിന് ദേവീനെ അങ്ങോട്ടേക്ക് വിട്ടതിന്. പക്ഷെ നമ്മുടെ ആകാശാണെങ്കിൽ കടയുടെ കാര്യം ഇട്ട് നോക്കുന്നുമില്ല, ദേവീനോട്ട് വിട്ടതാണ് കുറ്റം താനും. അങ്ങനെ ആകാശം മീനാക്ഷിയോട് പറയുന്നുണ്ട്, മീനാക്ഷി, നിനക്ക് എങ്ങനെയാ തോന്നുന്നത്? ദേവിയടത്തി പോകേണ്ട കാര്യമില്ലായിരുന്നു. അല്ലെങ്കിലും എന്തിനാ ദേവിയടത്തി അവിടെ പോകുന്നത്? എന്തോ ആ കടയിലേക്ക് ചെല്ലാനേ തോന്നുന്നില്ല. ഇനി ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫും ദേവിയടത്തി അവിടുത്തെ എൻ്റെ അച്ഛനെ പോലെ അവിടെ ആ ഒരു സീറ്റിലൊക്കെ കയറി ഇരിക്കുന്നത്, എനിക്കതൊന്നും ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്ത് ചെയ്യാൻ, ആരും നിർബന്ധിച്ചതല്ലല്ലോ. ദേവിയടത്തിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ദേവിയടത്തി പോയതാണല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അത് സാരമില്ല എന്ന് പറയുമ്പം എന്തോ സാരമുണ്ട്, സാരം ഉള്ളതുപോലെ തന്നെ തോന്നുക. എന്തൊക്കെയോ വരാനിരിക്കുന്നത് പോലെയൊക്കെ എൻ്റെ മനസ്സിനൊരു തോന്നല്. ഇത് ശരിയാവില്ല. ഒരു കാര്യമില്ലായിരുന്നു. അച്ഛന് ദേവിയടത്തി പോണെന്ന് പറഞ്ഞപ്പം വേണ്ടാന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാ നിർബന്ധിച്ചിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്? ആരും നിർബന്ധിച്ചോ? ആരും നിർബന്ധിച്ചില്ലല്ലോ. ദേവിയടത്തി എടുത്തു ചാടി പോയതല്ലേ. അമ്മയ്ക്കാണെങ്കിൽ തീരെ താല്പര്യമില്ല. അമ്മയുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാന്നതേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാ, പൊക്കോളാം, താക്കോല് തന്നേരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടാന്ന് പറയാൻ അച്ഛനും ഒരു മടി കാണും. അല്ല, ഇപ്പൊ ഞാൻ ആണെന്നിരിക്കട്ടെ അങ്ങോട്ടേക്ക് പോകുന്നത്, അച്ഛന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ താക്കോല് തരാതിരിക്കുമോ? തന്നല്ലേ പറ്റൂ. ആ ഒരു സാഹചര്യമായി പോയില്ലേ, അത് പിന്നെ സാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശിനെ ഇങ്ങനെ മീനാക്ഷി സമാധാനിപ്പിക്കുന്നതോടൊപ്പം തന്നെ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, അതെ ആകാശം, ഞാനൊരു കാര്യം പറയട്ടെ. ഈ വീട്ടിലിപ്പോൾ എന്തൊക്കെയോ അസ്വസ്ഥതക്കേടൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണക്കാര് നമ്മളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്.
നമ്മൾ കാരണം എന്താ അസ്വസ്ഥതക്കേടാ ഇവിടെ നടക്കുന്നത്? അല്ല, നമ്മൾ കൊണ്ടുവന്ന കാറും എന്തോ പഴയൊരു സ്നേഹം ആർക്കും ഇല്ല, പ്രത്യേകിച്ച് ആകാശിനും പഴയൊരു സ്നേഹം അച്ഛനോടില്ല. അല്ല, ആകാശ് അച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് പോയായിരുന്നോ? അച്ഛൻ എന്ത് പറ്റിയതെന്ന് ആകാശ് ചോദിച്ചായിരുന്നോ? ഓ, അത് പിന്നെ പറ്റിയതെല്ലാം അമ്മ പറഞ്ഞതല്ലേ, ഇനിയിപ്പോ പ്രത്യേകിച്ച് അച്ഛനോട് എന്ന് അന്വേഷണം തിരക്കേണ്ട കാര്യമുണ്ടോ? അതല്ല ആകാശെ, ആകാശ് പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ആകാശ് ഒരുപാട് മാറിപ്പോയി. മീനുട്ടി, നീ ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? കുറ്റപ്പെടുത്തുന്നൊന്നും അല്ല ആകാശെ. നമുക്ക് ആ പഴയ ആ ഒരു ബൈക്കൊക്കെ മതി. എന്തിനാ കാറ്? അത് മാത്രമല്ല, നടന്ന് സംസാരിച്ച് ബൈക്കിലൊക്കെ ചുറ്റിക്കറങ്ങി പോകുന്ന പോലെ ഒരു സുഖം കാറിൽ പോകുമ്പോൾ ഉണ്ടാവില്ല ആകാശെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ദേവി, നിന്റെ അച്ഛൻ തന്നതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിലേ, ഇതെനിക്ക് വലിയൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല. നിന്റെ അച്ഛൻ ആഗ്രഹത്തോടു കൂടി തന്നൊരു വണ്ടി അത് തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ നിന്റെ അച്ഛൻ എന്ത് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അല്ല, ഓർത്തു നോക്കിയേ, നീ എൻ്റെ അച്ഛൻ്റെ കാര്യം മാത്രം ചിന്തിക്കാതെ നീ നിന്റെ അച്ഛൻ്റെ കാര്യം കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കാന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആകാശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിത്രയോ ആര്യയോ, അയ്യോ പറയാനൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിത്രയുടെ ആര്യയുടെ സീന് കാണുമ്പോൾ ഇപ്പൊ കലി വരും. നമ്മുടെ മിത്ര ഏത് നേരവും കുണുകുണുകുണുകുണുകുണാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര്യനോട് പേടിയാ, എനിക്ക് അങ്ങനെ തോന്നുന്നു, എനിക്ക് ഇങ്ങനെ തോന്നുന്നു, ഇനി പോലീസ് വരുമോ, മാങ്ങയാ തേങ്ങയാ ആനയാ എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ദേഷ്യം വന്നു തന്നെ ആര്യനും ദേഷ്യം വന്നു തുടങ്ങി കേട്ടോ. ആര്യം പറഞ്ഞെന്റെ പൊന്നും ഇത്രയും നീ നിർത്തുന്നുണ്ടോ? കുറെ ദിവസമായി നീ ഇട്ട് പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്തിനാ എന്നെയും കൂടെ പേടിപ്പിക്കുന്നത്? എൻ്റെ തലയിലാണ് 100 കൂട്ടം കാര്യങ്ങളാ ഓടി നടക്കുന്നത്. നിനക്കറിയാലോ എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന്. അതിൻ്റെ കൂടെ നീയും കൂടി ഇങ്ങനെ തുടങ്ങാതെ. അത് പിന്നെ ആര്യന് വിഷമമായോ? ഞാൻ പറഞ്ഞത് വിഷമമാകാതെ പിന്നെ ഏത് നേരവും മിഥുൻ 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 മിഥുൻ, അവൻ ചത്തോ ജീവിച്ചോ, ഇതൊക്കെ എപ്പോഴും എന്തിനാ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? നിന്റെ ഈ ആകെ മൊത്തത്തിലുള്ള അടിമുടിയുള്ള മാറ്റം കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് എൻ്റെ പൊന്നും ഇത്ര നീ ഒന്നും മിണ്ടാതിരിക്കുക. നീ ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നീ എന്തിനാണ് ചിന്തിക്കുന്നത്? ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഒന്നുമല്ല, പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ബോധേഡാവുന്ന എന്തിനാ വെറുതെ എന്നൊക്കെ ചോദിച്ചോണ്ട് നമ്മുടെ ആര്യൻ ഇങ്ങനെ മിത്രയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ആ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ ആണെങ്കിൽ നമ്മുടെ ഗോമതിയും ബാലനും സംസാരിക്കുന്ന ഒരു സീന് കാണിക്കുന്നുണ്ട്. അപ്പം ഗോമതി ആണെങ്കിൽ ബാലന്റെ ഈ ഒരു അവസ്ഥയിൽ ഭയങ്കര സങ്കടമാണല്ലോ, ഓവർ ആക്ടിങ് ആണ് നമ്മുടെ ഗോമതി, അത് വേറെ കാര്യം. ഏതായാലും ഞാൻ ഇങ്ങനെ ക്യാരക്ടറിനെയൊക്കെ എടുത്ത് കുറ്റം പറയുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം എൻ്റെ അഭിപ്രായം കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായം ആകണമെന്നില്ല, ശരിയാണ്. നമുക്കെല്ലാം വ്യത്യസ്ത അഭിപ്രായക്കാരാണല്ലോ. അപ്പം എനിക്ക് സത്യം പറഞ്ഞ ഇച്ചിരി ഓവറായിട്ട് തോന്നി നമ്മുടെ ഗോമതിയുടെ അഭിനയം. പിന്നെ ഒരു ഗോമതിക്ക് കിട്ടുന്ന റോളല്ലേ ഗോമതിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഗോമതി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ ബാലേട്ട പറ്റിയത്, എന്താ സംഭവിച്ചത്, എന്താ ബാലേട്ടന് പറ്റിയത്, ബാലേട്ടൻ ബൈക്കിന് വീണത് എങ്ങനെയാ എന്നിങ്ങനെ വിശദീകരിച്ച് ചോദിക്കുക. അപ്പൊ ഇതുവരെ കാര്യങ്ങളൊന്നും നമ്മുടെ ബാലൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ മീനൂട്ടിയുടെ അല്ല, സോറി, ദേവിയുടെ അച്ഛനെ കണ്ടെന്നോ, ദേവിയുടെ അച്ഛൻ അവിടെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ദേവിയുടെ അച്ഛൻ തന്നെയാണോ എന്ന് പോലും സംശയമുണ്ട്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ലല്ലോ അത്. അപ്പൊ ഇനിയിപ്പോ ദേവിയുടെ അച്ഛനാണോ എന്നൊരു ചെറിയൊരു സംശയം ഉണ്ട് നമ്മുടെ ബാലന്. അത് വേറെ കാര്യം. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ മിഥുന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ധർമ്മൻ പോകുന്നുണ്ട് കേട്ടോ പോലീസ് സ്റ്റേഷനിൽ. നമ്മുടെ ബാലനെ വിളിച്ചെങ്കിലും ധർമ്മനാണ് പോകുന്നത്, ബാലൻ ഇപ്പം പോകാൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോലീസ് സ്റ്റേഷനിലെ സീൻസും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഏതായാലും നമ്മുടെ ബാലൻ ദേവിയോട് പറയും, വേറൊന്നുമല്ല, ചെറിയൊരു സംശയമുണ്ട്, ഇങ്ങനെയാണ് സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോമതി പറയും, ദേവിയോടല്ല കേട്ടോ സോറി പറയുന്ന ഗോമതിയോട്. ഈ ഗോമതിയും ദേവിയും തമ്മിലുള്ള ആ ഒരു ഇത് തെറ്റിപ്പോകുന്നുണ്ട്. കാരണം നമ്മുടെ ദേവി മറ്റേ ആദ്യത്തെ കഥയിലെ ദേവി ആയിരുന്നല്ലോ, അതായത് ആ ഒരു ദേവിയുടെ സ്ഥാനം പോലെയാണല്ലോ ഇപ്പൊ ഗോമതിക്കുള്ളത്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ഒന്ന് കയറി വരും. അതാട്ടോ ഈ ദേവിയും ഗോമതിയും മാറിപ്പോകുന്നത്. അങ്ങനെ ഗോമതിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചെറിയൊരു സംശയമാണ്, എനിക്കറിയില്ല, ഉറപ്പിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു മിന്നായം പോലെ എനിക്ക് തോന്നി എന്ന് പറയുമ്പോൾ ഗോമതി പറയുന്നുണ്ട്, ഹേയ് അതങ്ങനെ ആകാനൊന്നും വഴിയില്ല, അങ്ങേര് വലിയ ബിസിനസ്സുകാരന് അവിടെ ചീട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷവുമായി കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്.